വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നട്ട്സൊക്കെ വാങ്ങി കൈ പിടിക്കുന്നത് ഒരു പതിവാണ്. ഇന്നും അത് തെറ്റിക്കണ്ട. ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് വെതർ ഫോർകാസ്റ്റ് ആണ്. അങ്ങനെ ഇപ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ നല്ല മഴയാണെന്നാണ് കണ്ടത്. മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ് കണ്ടതെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങ് ഇറങ്ങി. അയ്യോ നിക്ക് നമ്മളെവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, അത് ഞാനങ്ങ് മറന്നു കേട്ടോ. ഓക്കെ, നമ്മൾ പോകുന്നത് നോർത്തേൺ സീയുടെ ക്യൂൻ എന്നറിയപ്പെടുന്ന സിൽക്ക് ഐലൻഡിലേക്കാണ്. പണ്ട് തൊട്ടേ നമുക്ക് എല്ലാവർക്കും പിന്നെ വിൻഡോ സീറ്റ് ഒരു വീക്ക്നെസ് ആയിരിക്കുമല്ലോ. അതാണ് അതുകൊണ്ട് ഈ റാപ്പ് സീറ്റ് ഫീൽഡും വിന്നിലൊന്നും നമുക്ക് മിസ്സായില്ല കേട്ടോ. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിലും ഡയറക്റ്റ് ഐലൻഡിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പകരം ഇതുപോലെ ബ്ലൂ ട്രെയിൻ വഴിയാണ് ഐലൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഇതുപോലെ ബ്ലൂ ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്യിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുമുണ്ട്. നമ്മൾ ഇന്ന് ആസ് യൂഷ്വൽ റീജിയണൽ ട്രെയിൻ, വിൻഡോ സീറ്റ്, ഫ്രണ്ട്സ്, തമാശകൾ, ആ ഒരു വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിൻഡൻബർഗ് ഡാം വഴിയുള്ള ഈ ഒരു ട്രാവൽ അത് പ്രത്യേക ഒരു അനുഭവമായിരുന്നു. പതിവ് പോലെ ഇന്നും കിരൺ തന്നെയായിരുന്നു എന്റെയും ശ്യാമിന്റെയും വെട്ടങ്ങൾ. ഞങ്ങളിങ്ങനെ വട്ടം കൂടിയിരുന്ന് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ ടോപ്പിക് വേറെ ഒന്നുമല്ല കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വിൻമിൽസും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ വെസ്റ്റർലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതെന്താണോ ഇവിടെ മൊത്തം തലതിരിഞ്ഞ പ്രതിമകൾ, അതും ചെരിഞ്ഞാണ് നിൽക്കുന്നത്. നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാവാം ഇതുപോലുള്ള പ്രതിമകൾ. സിൽറ്റിന്റെ ഹൃദയം എന്ന് പറയാവുന്ന വെസ്റ്റർലാൻഡ് ടൗൺ ആണിത്. അതിസുന്ദരമായ വഴികളും കഫേസ്, ഷോപ്സ്, അങ്ങനെ സിൽറ്റിന്റെ ലക്ഷറി ഫീൽ ഇവിടെ തുടങ്ങുകയാണ്. ഇവിടുന്ന് മറ്റൊരു ബസ് കയറി വേണം ബീച്ചിലേക്ക് എത്താൻ. ഒരു 20 minutes ട്രാവൽ ഉണ്ട് ബസ്സിൽ മാത്രമായിട്ട്. ബസ്സിൽ കയറി ഞാനും ശ്യാമിലിയും ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട് സീറ്റ് തന്നെ സ്ഥാനം ഉറപ്പിച്ചു. ഇവിടെയുള്ള ബിൽഡിങ്ങിനൊക്കെ കണ്ട പ്രത്യേകത ഒരു റൂഫിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറം കാഴ്ചകൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് 20 minutes വെറും 20 seconds പോലെ കഴിഞ്ഞു. പണ്ടൊക്കെ ബസ് യാത്ര എന്ന് കേട്ടാലേ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം ബസ്സിൽ ട്രാവൽ ചെയ്യാനാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ. ഓപ്പൺ ആയി കിടക്കുന്ന വലിയൊരു ഏരിയയില് അവിടെ ഇവിടെ ആയിട്ട് സ്റ്റെപ്സ് പണിതു വെച്ചിരിക്കുന്നു. ഇതുകൊണ്ട് നടക്കാനുള്ള എളുപ്പം മാത്രമല്ല കേട്ടോ, ആ ഒരു ഏരിയക്ക് പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നതായിട്ടും എനിക്ക് തോന്നി. ഇവിടെ തുടങ്ങി ഈ നീണ്ടു കിടക്കുന്ന വഴികൾ അവസാനിക്കുന്നത് കടലിലാണ്. കടലിനോട് അടുക്കും തോറും കാറ്റിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരുന്നു. നമുക്ക് ആ ഒരു ഏരിയ ഫുള്ളി കവർ ചെയ്യാനായിട്ട് അവിടുന്ന് ഒരു മാപ്പും കിട്ടും.
ഈ സിൽറ്റ് അറിയപ്പെടുന്നത് തന്നെ ലോങ് ബീച്ചസിന്റെയും റിസോർട്ട്സിന്റെയും പേരിലാണ്. ഇങ്ങോട്ടുള്ള വഴികളിൽ പലയിടത്തായി റിസോർട്ട്സും കാണാമായിരുന്നു. ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന ഹീത്ത് ലാൻഡ്സ് ആണ്. ഹീത്ത് ലാൻഡ് എന്ന് പറഞ്ഞാൽ വൈഡ് ഓപ്പൺ ആയി കിടക്കുന്ന ഏരിയ. അവിടെ പ്രത്യേകതരം ചെടികൾ മാത്രം ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. മറ്റു മരങ്ങളോ പ്ലാന്റ്സോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. ശരിക്കും ഇങ്ങനെ ഒരു കാഴ്ച സിൽറ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് തരുന്നത്. സിൽറ്റിലെ ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒന്നിനും പഴമയുടെ ഭംഗി കളയാൻ ഇവർക്ക് താല്പര്യമില്ല. ഇത് ഇവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണെങ്കിലും നോർത്തേൺ ജർമ്മനിയിൽ ഇപ്പോഴും കോമൺ ആയിട്ടുള്ള ടാച്ച് റൂഫാണ് ഇതിന്. ഇങ്ങനെ ഉണങ്ങിയ പുല്ല് ലേയേർഡായി ഇടുന്നത് കാറ്റിനെയും മഴയെയും റെസിസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, അവിടെയുള്ള ലാൻഡ്സ്കേപ്പുമായി ചേർന്ന് പോവാനും നോർത്ത് സീ കൾച്ചറിന്റെ യുണീക്ക് ആയിട്ടുള്ള റൂസ്റ്റിക് ലുക്ക് കൊടുക്കാനും കൂടിയാണ്. ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സൈക്കിൾ റൈഡാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെന്റിനെടുക്കാനും സൈക്കിൾ ഇവിടെ കിട്ടും. പലതരം റെസ്റ്റോറൻറ്റ്സും കഫേസും ഉണ്ടെങ്കിലും ഇവിടെ മെയിൻ ആയിട്ടുള്ളത് വെറൈറ്റി ഫിഷ് ഐറ്റംസ് ആണ്. ഇവിടെ പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ലവേഴ്സ് വന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും പേരെഴുതി ലവ് ലോക്ക് ഇടുന്നത്. ഇവിടെയും അതുപോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഹൈറ്റൈഡ് വരുമ്പോൾ വാഷ് ഔട്ട് ആയിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രം സാൻഡ് ഡ്യൂണിന് പ്രത്യേകതരം കളറായിരുന്നു. നമ്മൾ പോകുമ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോഴേക്കും ഹൈറ്റൈഡ് കാരണം ഇതാണ് അവസ്ഥ. കൂടുതൽ സ്ഥലങ്ങളിലൊന്നും പോയില്ലെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.